അങ്ങനെ നമ്മുടെ മാരാർജി വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശങ്കരൻ എന്നും തെങ്ങി തന്നെ എന്ന് പറഞ്ഞ മാതിരിയാണ് മാരാരുടെ അവസ്ഥ. അന്നും ഇന്നും എന്നും മാരാർജി എയറിൽ തന്നെ. മാരാരുടെ തട്ട് താണ് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും താഴ്മൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നിരുന്നാലും സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സംഭവം മൂപ്പര് സ്ത്രീകളുടെ പ്രസവത്തെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ്. അത് മൂപ്പർ ഇപ്പൊ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ. മൂപ്പര് മറ്റേ നിയമസഭാ ഇലക്ഷൻ ആയപ്പോ NDA കാൻഡിഡേറ്റ് ആയി മത്സരിച്ച സമയത്ത് സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനലിന് 4 ആഴ്ച മുന്നേ കൊടുത്തൊരു ഇന്റർവ്യൂലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. പക്ഷെ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വൈറലാവാനും ചർച്ചാ വിഷയമാകാനുമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈന സൗത്ത് പ്ലസ്സുകാർക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. എന്തോ മല്ലു സ്പോട്ട്ലൈറ്റ് എന്നെങ്ങാനുമാണ് ആ പേജിന്റെ പേര്. അപ്പൊ ആ പേജിൽ ഇവർ ഈ സൈന സൗത്ത് പ്ലസിന്റെ ഇന്റർവ്യൂ ക്ലിപ്പുകളെല്ലാം ഇങ്ങനെ കട്ടാക്കി ഇടാറുണ്ട്. അങ്ങനെ ഇവർ മാരാരുടെ 4 ആഴ്ച മുമ്പുള്ള ഇന്റർവ്യൂവിന്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ടതാണ്. അത് പല ഇൻഫ്ലുവൻസർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരതെടുത്ത് ചർച്ച ചെയ്യുകയും ചെയ്തു. എസ്പെഷ്യലി ഈ ഉണ്ണി വ്ളോഗ്സിനെ പോലുള്ള ആൾക്കാർ. അതോടെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ചർച്ചാ വിഷയമായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുള്ളും ആൾക്കാർ അഖിൽമാരാർ ഇങ്ങനെ ഇട്ട് കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് അഖിൽമാരാരുടെ ആ വൈറൽ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇതാണ് മൂപ്പര് സ്ത്രീകളുടെ പ്രസവത്തെ കുറിച്ച് നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ്. എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലെ? ഇങ്ങേരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? പറയുന്നത് പൊട്ടത്തരാണെങ്കിലും എന്തോ വലിയ സംഭവം പോലെ അങ്ങ് പറയും. ഇവന്റെ വിചാരം ഇവരെന്തോ വലിയ ടോപ്പാണെന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞ ഡയലോഗ് ബുക്കിങ്ങൾ ഒരു കാലത്ത് സ്ത്രീകളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ് ആയിരുന്നു പ്രസവം പോലും. എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾക്ക് ഇറക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സംഭവം ഇവന്റെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പ്രസവ കാലത്ത് അവർക്ക് ഭയങ്കര എൻജോയ്മെന്റ് മൂഡിലായിരിക്കും. അത് കണ്ടായിരിക്കും ഇവരൊക്കെ വളർന്നത്. അതുകൊണ്ടായിരിക്കണം ഇവൻ ഇങ്ങനെ പ്രസംഗിച്ചത്. അല്ല, കാണുന്നതല്ല പറയാൻ പറ്റും. ഇവന്റെ ഈ ഡയലോഗ് കാണുന്ന സമയത്ത് എനിക്ക് മറ്റേ വെറുതെ അല്ല ഭാര്യയിലെ ജയറാം അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമയിൽ ആ കഥാപാത്രം ഇതേപോലെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. എന്റെ ഒരു അമ്മായി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണം? അതന്നെ, സെയിം ഡയലോഗ്, ഒരു മാറ്റവും ഇല്ല. മാരാർ തന്നെ. എന്തായാലും ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ മാരാറെ കണ്ടുണ്ടാക്കിയ കഥാപാത്രമാണ് ഈ ജയറാമിന്റെ കഥാപാത്രം എന്ന് തോന്നുന്നു. അച്ചിൽ വാർത്ത പോലെ തന്നെ ഉണ്ടല്ലേ. എന്നാലും ഇവരെ പോലുള്ള ഒരുത്തനായിരുന്നല്ലോ ഒരു കാലത്ത് സമൂഹം വലിയ രീതിയിൽ ആഘോഷിച്ചതെന്ന് ഓർക്കുമ്പോഴാണ്. ഇവൻ പണ്ട് ബിഗ് ബോസിലൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഇവനെ ഭയങ്കര കാര്യമായിരുന്നു. ഇവനെ തുടക്കത്തിൽ ഞാൻ കുറെ കുറ്റമൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവന്റെ ബിഗ് ബോസിലെ പല നിലപാടുകളും സംസാരങ്ങളും കണ്ടിട്ട് ഞാൻ തന്നെ എണീറ്റിന്ന് കൈയടിച്ച് പോയിട്ടുണ്ട്. പക്ഷെ സത്യം പറയാലോ, ഇപ്പോൾ ഇവന്റെ ഓരോരോ കാട്ടുകുട്ടികൾ കാണുന്ന സമയത്ത് അന്ന് ബിഗ് ബോസിലുള്ള ഇവനെ കണ്ട് കൈയടിച്ച് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരുത്തന്നെ വേണ്ടിയിട്ടാണല്ലോ ഞാൻ കൈയടിച്ചതെന്ന് ആലോചിച്ചിട്ട്. എന്റെ ബലമായ സംശയം ഇവൻ ഇതെല്ലാം കരുതിക്കൂട്ടി വൈറലാവാൻ വേണ്ടി പറയുന്നതാണെന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഡയലോഗ് ആരെങ്കിലും അടിക്കോ? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കാരണം ആശാന പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? വേഗം അങ്ങ് മാപ്പ് പറഞ്ഞ് മിണ്ടാതിരിക്കും അല്ലേ? കാരണം എയറിലായി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ന്യായീകരിക്കാൻ നിന്നാലും ആളുകൾ അത് മുഖവിലേക്ക് എടുക്കൂല. നമ്മൾ വീടെടുത്ത് കിടന്ന് ഉരുളാണെന്ന് കാണുന്നവർ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് മാപ്പ് പറയുക, മിണ്ടാതിരിക്കുക, പിന്നെ അതിനെ കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അഖിൽ മാരാർജിയുടെ കേസിലേക്ക് വരുമ്പോൾ ഈ മാപ്പ് പറയുക എന്ന് പറയുന്ന സംഗതി അഖിൽ മാരാരുടെ നിഘണ്ടുവിലേ ഇല്ല എന്നുള്ളതാണ്. ചത്താലും മാപ്പ് പറയുന്ന തെണ്ടികളെ എന്നൊരു ലൈനാണ് പുള്ളിക്കാരന്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അത് അഖിൽമാരാർ അറിയാവുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയാലും മൂപ്പര് അംഗീകരിച്ച് തരൂല. സ്വയം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയും അത് ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ്. മൂപ്പര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റും സ്റ്റോറികൾ ഇറക്കാൻ തുടങ്ങി. മൂപ്പര് റീസെന്റ് ഇട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാനൊന്ന് വായിച്ചുതരാം. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞാൽ രോഗം വന്നാൽ ചികിത്സ വേണ്ടെന്ന് അഖിൽ മാരാർ എന്നും പറഞ്ഞ് വിവരവും ബോധവും ഇല്ലാത്തവന് പ്രചരിപ്പിച്ചാൽ ഒന്നുകിൽ വായിക്കുന്നവന് ബോധം വേണം, അല്ലെങ്കിൽ എഴുതുന്നവന് ബോധം വേണം. അതെ, ഇവിടെ വായിക്കുന്നവനും എഴുതുന്നവനൊന്നും ബോധമില്ലാത്ത ആൾക്കാരാണെന്നാണ് അഖിൽമാരാർ പറഞ്ഞു വരുന്നത്. ഇവിടെ ബോധമുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അഖിൽമാരാർ മാത്രമാണ്. മൂപ്പർക്ക് മാത്രമേ അവിടെ ബുദ്ധിയും ബോധമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാര്. അതുകൊണ്ടാണ് മൂപ്പര് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നും മനസ്സിലാവാത്തത്. ഇതൊക്കെ കേൾക്കണം റബ്ബേ. ബാക്കി വായിച്ചു നോക്കുന്നാലും കുറഞ്ഞ പക്ഷം ഒരാൾ എന്താണ് പറഞ്ഞതെന്നും എന്താണ് ഉദ്ദേശിച്ചതെന്നും തിരിച്ചറിയാനുള്ള വെളിവ് വേണം.
അതെ, ആ വെളിവാണ് ഇവിടെ ആർക്കും ഇല്ലാതെ പോയത്. അങ്ങനെ വെളിവുള്ള ഈ ലോകത്തിലെ ഏക വ്യക്തി എന്ന് പറയുന്നത് അഖിൽമാരാർ മാത്രമാണ്. അഖിൽമാരാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള വെളിവ് അഖിൽമാരാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു കുട്ടിക്കും ആ വെളിവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ന്യായീകരിക്കൽ അഖിൽമാരാറെ പുച്ഛമാണ് തോന്നുന്നത് ഇതൊക്കെ വായിക്കുന്ന സമയത്ത്. അറ്റ്ലീസ്റ്റ് ചെയ്ത് തെറ്റ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ച് തരുന്ന സമയത്ത് അത് അംഗീകരിച്ചാൽ ഒരു പ്രശ്നം വരാൻ പോണില്ല അഖിൽമാരാറെ. പക്ഷെ നിന്റെ മനസാക്ഷി അതിന് സമ്മതിക്കൂലല്ലോ, നിന്റെ ഈഗോ അതിന് സമ്മതിക്കൂലല്ലോ. അതുകൊണ്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണ്? ആ ഈഗോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ന്യായീകരിച്ചോ ഒരു കുഴപ്പമില്ല, പക്ഷെ ന്യായീകരിക്കും തോറും നിന്നെ ജനം വെറുത്തു തുടങ്ങും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറഞ്ഞാലും നോർത്ത് ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും കേരളത്തിലുള്ള സ്ത്രീകൾക്ക് അറിയുക പോലുമില്ല എന്ന വിഷയത്തിൽ ഞാൻ ഉദാഹരണ രൂപേണ അല്ലെങ്കിൽ തമാശ പോലെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാറില്ല എന്നും പറഞ്ഞൊരു കാര്യം. എന്ത് കാര്യം അഖിൽമാരാറെ, ഇതൊക്കെയാണോ തമാശ? ഇനിയിപ്പോ എന്ത് തമാശ രൂപേണ പറഞ്ഞാലും എന്ത് ഉദാഹരിച്ച് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നീ നടത്തിയത്. അത് നിനക്ക് ഇനിയും മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നീ ബാക്കി പറ. നല്ല രസമാണ് നിന്റെ ഉരുണ്ടുകളി കാണാൻ. ബാക്കി വായിച്ചു നോക്കുന്നതായാലും എന്താണെന്ന് പോലും മനസ്സിലാകാതെ പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി ഒരു കാലത്ത് സ്ത്രീകൾ ഗർഭിണിയാകുന്നതും അമ്മയാകുന്നതും സന്തോഷത്തോടെ കണ്ടിരുന്ന കാലത്തു നിന്നും ഗർഭിണിയാകുന്നത് എന്തോ അപകടം പിടിച്ചൊന്നാക്കി സമൂഹം മാറ്റിയതിനു പിന്നിൽ 10 മാസം ഒരു ഗർഭകാലത്തെ കച്ചവടമാക്കിയ ആശുപത്രികളും അനാവശ്യ ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കിയ ബന്ധുക്കളും ആണെന്നും അത് ഹോർമോണുകൾ സൃഷ്ടിക്കുന്ന മാനസിക അവസ്ഥയേക്കാൾ അപകടം നിറഞ്ഞതാണെന്നും പറഞ്ഞ് സ്ത്രീകളുടെ ടെൻഷനാണ് പലവിധ കോംപ്ലിക്കേഷൻ അവർക്ക് സമ്മാനിക്കുന്നതെന്നും അത് മാറാൻ അവരെ പ്രാപ്തരാക്കണമെങ്കിൽ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും പ്രസവം എന്നത് സ്വാഭാവികമായ ഒന്നാണെന്നും എന്ന അറിവ് പകർന്ന് ബോധവൽക്കരിക്കണം. ശരി, അങ്ങനെയൊക്കെയാണല്ലേ. അതായത് പ്രസവത്തെ എന്തൊരു കോംപ്ലിക്കേറ്റഡ് സംഭവമാക്കി ഇവിടുത്തെ മോഡേൺ സൊസൈറ്റി മാറ്റി എന്നുള്ളതാണ് അഖിൽമാരാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്റെ പൊന്ന അഖിൽമാരാറെ, ഇവിടെ ആരും പ്രസവത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാക്കി മാറ്റിയിട്ടൊന്നുമില്ല, ഒരു രോഗമാക്കി മാറ്റിയിട്ടൊന്നുമില്ല. അന്നും ഇന്നും എന്നും പ്രസവത്തെ ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ടാണ് സമൂഹം കാണുന്നത്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. ലോകത്തുള്ള പല ജീവജാലങ്ങളും പ്രസവിക്കുന്നത് പോലെ തന്നെ മനുഷ്യരും പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മനുഷ്യകുലം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അത് നാച്ചുറൽ ആയി കാണേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ പണ്ടത്തെ രീതിയിൽ നിന്നും ഇന്നുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് പ്രസവ സമയത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വളരെ സില്ലി ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. തന്നല്ലേ അവിടെ മൂലക്കലിരുന്ന് പ്രസവിച്ചോളൂ, അതൊന്നും ഇത്ര വലിയ സംഭവമാക്കി കാണേണ്ടതില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു പണ്ടത്തെ ആളുകൾക്ക്. അതിലൊരു കാരണക്കാർ പണ്ടത്തെ സ്ത്രീകൾ തന്നെയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവരത് അഡ്രസ് ചെയ്യാൻ തയ്യാറാവുമായിരുന്നില്ല. അത് അവർ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടേയിരിക്കും. അത് പണ്ടത്തെ സ്ത്രീകളുടെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പീരീഡ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. പീരീഡ്സ് വന്നു കഴിഞ്ഞാണെങ്കിൽ സ്ത്രീകൾക്ക് അത് പുറത്ത് പറയാൻ പോലും പേടിയാണ്. പക്ഷെ ഇന്ന് കാലം ഒരുപാട് പുരോഗമിച്ചു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടുകൂടി സ്ത്രീകൾ ഒരുപാട് മാറി. അവർക്ക് ഏതൊരു കാര്യത്തിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർ സമൂഹത്തോട് തുറന്നു പറയാൻ തുടങ്ങി. അതോടെ പ്രസവ സമയത്താണെങ്കിലും പീരീഡ്സിന്റെ സമയത്താണെങ്കിലും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സമൂഹം മനസ്സിലാക്കാൻ തുടങ്ങി. എസ്പെഷ്യലി ഇവിടുത്തെ ആണുങ്ങൾ. പണ്ടത്തെ ആണുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവ് പോലും ഇല്ലായിരുന്നു. സ്ത്രീകൾ അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ ഇന്നത്തെ കാലത്തെ ആണുങ്ങൾ ഒരുപാട് മാറി. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ കിട്ടാൻ തുടങ്ങി. അതോടെ പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി തന്റെ ഭാര്യയോ അല്ലെങ്കിൽ തന്റെ പെങ്ങളോ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർ അതിനനുസരിച്ചുള്ള കെയറിങ്ങും സംഭവങ്ങളും കൊടുക്കാൻ തുടങ്ങി. അവർ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് അവൾക്ക് ബന്ധുക്കൾ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠയും ടെൻഷനും നൽകുന്നു എന്നുള്ള രീതിയിൽ വളച്ചൊടുക്കാൻ ഇവിടെ അഖിൽമാരാർ ശ്രമിച്ചത്. അതുപോലെ പ്രസവിക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഇന്ന് ഒരുപാട് മാറി. ഇന്ന് പല രീതിയിലും പല തട്ടുകളിലായി ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ലഭ്യമാണ് അല്ലേ. സാധാരണ പ്രസവം തൊട്ട് സ്യൂട്ട് റൂമിൽ വരെ ഇന്ന് പ്രസവിക്കാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാം ഉദ്ദേശം ഒന്ന് തന്നെയാണ്, പ്രസവിക്കുന്ന പെണ്ണിനെ കംഫർട്ട് ആക്കി വെക്കുക. അതിന് അവൾക്ക് വേണ്ടത് എന്താണോ, മരുന്നാണെങ്കിൽ മരുന്ന്, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിൽ അത് നൽകുക. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയാണ് മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് അഖിൽമാരാർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ അല്ലേ. എന്തായാലും ബാക്കിയോട് വായിച്ചു നോക്കാം. ആശുപത്രിയിൽ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം അതിന് പിന്നാലെ പോകണം. അതെ, പറ്റുമെങ്കിൽ വീട്ടിൽ വെച്ച് പ്രസവിച്ചോളണം. ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ മാത്രം ആശുപത്രിയിൽ പോയാൽ മതി. എന്തിനാ വെറുതെ ആശുപത്രി കൊണ്ടുപോയി കാശ് കളയുന്നത്? വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ല അഖിൽമാരാറെ. ബാക്കി അശോക് അല്ലാതെ സിസേറിയൻ ചെയ്യേണ്ടെന്ന് പ്രസവകാലത്ത് ആശുപത്രിയിൽ പോകരുതെന്ന് സുഖപ്രസവത്തെ ന്യായീകരിച്ച് സിസേറിയൻ ഇല്ലാതാക്കണമെന്നൊന്നും ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല. അത് ശരിയാണ്, നീ സിസേറിയൻ വേണ്ടെന്നോ സുഖപ്രസവം മാത്രം മതി എന്നൊന്നും നീ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ് ആയിരുന്നു പ്രസവിക്കൽ. പക്ഷെ ഹോസ്പിറ്റലുകളുടെ കടന്നുവരവോടുകൂടി
അതൊക്കെ മാറി നോർമൽ ഡെലിവറിയേക്കാളും സിസേറിയൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറി എന്നൊക്കെയാണ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റേ റോങ് ആണ് അഖിൽമാരാറെ. ഇവിടെ ഒരു ഹോസ്പിറ്റലുകാരും ഒരു പേഷ്യന്റിനും അനാവശ്യ ഭയവും ഉത്കണ്ഠവും നൽകി നോർമൽ ഡെലിവറി സിസേറിയൻ ആക്കി മാറ്റാറില്ല. ഒരു പെണ്ണിന് അത്രയും പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകാരും സിസേറിയൻ പ്രിഫർ ചെയ്യുന്നത് പോലും. അല്ലാതെ പ്രസവിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും ഒന്നും നോക്കണ്ട, നോർമൽ ഡെലിവറി വേണ്ട, സിസേറിയൻ ചെയ്തതെന്നൊന്നും ഒരു ഡോക്ടറും പറയുന്നില്ല, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് അവർ ആക്കി എടുക്കുന്നൊന്നുമില്ല. പറ്റുമെങ്കിൽ നോർമൽ ഡെലിവറിയാണ് നല്ലതെന്ന് എല്ലാ ഡോക്ടർമാരും പറയാറുള്ളൂ. അതിന് ആദ്യം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഭാര്യ പ്രസവിക്കുമ്പോൾ ക്രിക്കറ്റ് കളി കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാര്യങ്ങൾ. എന്തായാലും ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ. അഖിൽമാരാർ വീണ്ടും ന്യായീകരിച്ച് അടുത്ത പോസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് തരാൻ കൂടി ഒന്ന് വായിച്ചു നോക്കാം. പറയുന്നത് ഉൾക്കൊള്ളാൻ ബോധമില്ലാത്ത കുറെ എണ്ണത്തെ പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ചെയ്യേണ്ട ബാധ്യതയാണ്. എന്നാൽ പിന്നെ അങ്ങോട്ട് പഠിപ്പിച്ചാട്ടെ, എന്താണ് നിനക്ക് പഠിപ്പിക്കാനുള്ളത് ഒന്ന് പറഞ്ഞു തന്നാട്ടെ. പ്രസവം എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന മഹത്തായ ഉദാത്തമായ ഒരു ക്രിയയാണ്. അത് എൻജോയ് ചെയ്യണമെങ്കിൽ താൻ ഒരു അമ്മയാകാൻ പോകുന്നെന്ന ചിന്തയും അതിലൂടെ അവൾക്ക് ലഭിക്കുന്ന ആത്മനിർവൃത്തി ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. അതിനങ്ങനെ ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു അഖിൽമാരാറെ? ഇവിടെ നഴ്സറി പിള്ളേർക്ക് വരെ അറിയാം പ്രസവിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അമ്മയാകാൻ പോകുന്നൊരു ചിന്ത അവൾക്ക് ഉണ്ടാകുന്നുള്ളത്. എന്തൊക്കെയോ ആശാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ബാക്കിയൂടെ വായിച്ചു നോക്കാം. അങ്ങനെ അത്തരം ഒരു മഹത്വമാണ് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞെന്ന ചിന്ത ഗർഭകാലത്ത് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് കഴിയും. മറിച്ച് വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞ് എന്റെ ജീവിതം തകർത്തു, എന്റെ സൗന്ദര്യം തകർത്തു, ഇനി ഈ നാശത്തെ പ്രസവിച്ചാൽ എന്താകും എന്റെ ജീവിതം എന്ന ചിന്തയുമായി ജീവിക്കുന്ന സ്ത്രീ രൂപങ്ങളുമായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങളുടെയും പുരോഗമനത്തിന്റെയും പേരിൽ കുടുംബം എന്ന മൂല്യം ഇല്ലാതാക്കാൻ നടക്കുന്ന ജനങ്ങളെയും ഞാൻ മനുഷ്യഗണത്തിൽ പോലും കൂട്ടുന്നില്ല. അത് ഞങ്ങളും കൂട്ടുന്നില്ല അഖിൽമാരാറെ. പക്ഷേ ഈ അഖിൽമാരാറ് പറയുന്ന പോലെ ചിന്തിക്കുന്ന സ്ത്രീകളൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ റയറാണ്. പ്രസവിക്കാൻ പോകുന്ന 99% പെണ്ണുങ്ങളും ഒരിക്കലും തന്റെ കുഞ്ഞിനെ ഒരു നികൃഷ്ട ജീവിയായിട്ടൊന്നും കാണാറില്ല. ഏറ്റവും മഹത്തരമായിട്ടൊരു സംഭവമായിട്ടാണ് ഏതൊരു അമ്മയും തന്റെ കുഞ്ഞിനെ കാണുന്നത്. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വൃത്തികേട് പറയരുത് അഖിൽമാരാറെ. ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ അഫയറിൽ ഉണ്ടായ കുഞ്ഞുങ്ങളെ പോലും പ്രസവിക്കുന്ന സ്ത്രീകൾ വളരെ മഹത്തരമായിട്ടാണ് കാണുന്നത്. എന്നിട്ടാണ് ഇയാൾ ഈ ഡയലോഗ് അടിക്കുന്നത്. പിന്നെ എന്തോ ഒരു ഡയലോഗ് അടിച്ചല്ലോ, വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റെ ജീവിതം തകർത്തു, എന്റെ സൗന്ദര്യം തകർത്തു, ഇനി ഈ നാശത്തെ പ്രസവിച്ചാൽ എന്താകും എന്റെ ജീവിതം എന്ന ചിന്തയുമായി സ്ത്രീകൾ ജീവിക്കുന്നു എന്നൊക്കെയുള്ളത്. ഇതുകൊണ്ട് ആശാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ കുറച്ചുകൂടി ഈ ഗർഭത്തിന് ശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചും അതിനു ശേഷം ഉണ്ടാകുന്ന ജീവിതത്തിന്റെ ചേഞ്ചിനെ കുറിച്ചും ഒക്കെ കുറച്ചുകൂടെ കൺസേൺഡ് ആണല്ലോ. അങ്ങനെ ഒരു കൺസേൺ പെണ്ണിന് പാടില്ല എന്നുള്ളതാണ് അഖിൽമാരാർ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രസവത്തിന് ശേഷം ഒരു പെണ്ണ് തന്റെ ആരോഗ്യത്തെ കുറിച്ചോ തന്റെ സൗന്ദര്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വളരെ മോശമാണ്. ഇയാളൊക്കെ എവിടുന്ന് വരുന്നടേ? പ്രസവിക്കാൻ പോകുന്ന ഒരു പെണ്ണ് പ്രസവത്തിന് ശേഷമുള്ള തന്റെ ശരീരമാറ്റങ്ങളെ കുറിച്ചും പ്രസവത്തിന് ശേഷം തന്റെ സൗന്ദര്യം നശിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ചിന്തിച്ചാൽ എന്താ ഇപ്പൊ പ്രശ്നം? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാണെങ്കിൽ അവൾ നികൃഷ്ട ജീവിയായിട്ട് മാറും. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ലേശം ബോധമാണ് അഖിൽമാരാർ. ഈ നിന്റെ ഭാര്യയും അമ്മയും ഒക്കെ നീ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കണ്ടത് എന്ന് കരുതി എല്ലാവരെയും ആ ഗണത്തിൽ പെടുത്തരുത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും, അതാണ്. എന്തായാലും ഇവന് പറയാനുള്ള ബാക്കിയോട് വായിച്ചു നോക്കാം. ഇവരൊക്കെ ചേർന്ന് ചെയ്തൊരു ഗുണം എന്നത് അമ്മയാകാൻ ഇന്ന് പല പെൺകുട്ടികൾക്കും താല്പര്യമില്ല. ആര് പറഞ്ഞ അഖിൽമാരാറോട് അമ്മയാകാൻ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് താല്പര്യമില്ല എന്നുള്ളത്? ഇന്ന് ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും അമ്മയാകാനും കുഞ്ഞിനെ പോറ്റാനും താല്പര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് താല്പര്യമില്ലാതായത് ഒരു കാര്യത്തിൽ മാത്രമാണ്, കല്യാണം കഴിക്കുന്ന പ്രോസസ്സ്. അതിന് ഒരു ഒട്ടുമിക്ക പെൺകുട്ടികൾക്ക് ഇന്ന് താല്പര്യമില്ലാതായിട്ടുണ്ട്. അല്ലാതെ പ്രസവിക്കുന്ന കാര്യത്തിലൊന്നും പെൺകുട്ടികൾ താല്പര്യക്കുറവ് കാണിച്ചിട്ടില്ല. അല്ലെങ്കിലും ഒരു അമ്മയാകാൻ ഏത് പെണ്ണാണ് ആഗ്രഹിക്കാത്തത്? പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ബോധം ഇവരും വേണ്ടേ? ബാക്കി അയച്ചു നോക്ക്. എന്തായാലും എന്തുകൊണ്ടാണ് ഈ ചിന്ത പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് എത്തിയത്? എന്തുകൊണ്ടാണ് പറഞ്ഞാട്ടെ? ഗർഭം എന്നതൊരു മാരക രോഗം പോലെ 10 മാസം ആശുപത്രി വാസമാക്കി അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒരു സ്ത്രീക്ക് നൽകി അവളുടെ ഈ 10 മാസത്തെ കച്ചവടമാക്കി അതിലൂടെ കൊയ്യുന്ന ലാഭം പല ആശുപത്രികളും ലക്ഷ്യമിട്ടപ്പോൾ നോർമൽ ഡെലിവറി എന്നത് ഇന്ന് കാണാൻ ഇല്ലാത്തൊരവസ്ഥയായി. ഉണ്ടാണ്. നോർമൽ ഡെലിവറിക്ക് ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് പ്രസവിച്ചതേ ഉള്ളൂ. അവൾ നോർമൽ ഡെലിവറിയാണ്. ഈ അടുത്ത കാലത്ത് എന്റെ കുടുംബത്തിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ നോർമൽ ഡെലിവറി നടത്തിയിട്ടുണ്ട്. ചുമ്മാ എന്തെങ്കിലും വായ തോന്നിയ വിളിച്ച് പറയില്ല അഖിൽമാരാറെ. പിന്നെ എടുക്കെന്തോ പറഞ്ഞല്ലോ, ഗർഭകാലം 10 മാസത്തെ ആശുപത്രി വാസമാക്കി മാറ്റിയ പല ഹോസ്പിറ്റലുകാരും എന്നുള്ളത് ഏത് ഹോസ്പിറ്റലുകാരാണ് അഖിൽമാരാറെ ഗർഭകാലം 10 മാസത്തെ ആശുപത്രി വാസമാക്കി മാറ്റിയത്? ഒരു പെണ്ണ് ഗർഭിണിയായ ഉടനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാറില്ല. പ്രസവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ മാത്രമേ അഡ്മിറ്റ് ആകാറുള്ളൂ. അല്ലാതെ ഗർഭിണിയായെന്ന് കരുതി ആരും നേരെ പോയി ഹോസ്പിറ്റലിൽ പോയി കുത്തിരിക്കൂല. ഇയാളത് എന്തൊക്കെയാണ് പറയുന്ന മണ്ടത്തിലാണെന്നുള്ള ബോധങ്ങൾ ഇയാൾക്ക് വേണ്ടേ? അങ്ങോട്ട് പറയാണ് വലിയ എന്തോ സംഭവം പോലെ. എന്തായാലും ബാക്കിയോട് വെച്ച് നോക്കാം. നോർമൽ ഡെലിവറി ചെയ്യണമെന്ന് സിസേറിയൻ വേണ്ട എന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. രോഗം വരുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന വിഷയത്തിന് പ്രാധാന്യം പറയുകയാണ്. ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഒരു പെൺകുട്ടിയെ മാനസികമായി ബാധിക്കും. അതിനെ ലഘൂകരിക്കുന്നത് ചുറ്റുമുള്ളവർ നൽകുന്ന കരുതലാണ്. അത് ശരി, ഇപ്പൊ അങ്ങനെ ആയോ? ആദ്യം പറഞ്ഞ പ്രസവം എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് പ്രസവിക്കാൻ പോകുന്ന
പോകുന്ന പെണ്ണിന് എല്ലാവരും അനാവശ്യ കരുതലും സ്നേഹവും നൽകി കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി എന്നുള്ളത്. ഇപ്പം പറയുന്നത് ഗർഭകാലത്ത് ഒരു പെണ്ണിന് ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, അത് പെൺകുട്ടിയെ മാനസികമായി ബാധിക്കും. അതിനെ ലഘൂകരിക്കുന്നത് ചുറ്റുമുള്ളവർ നൽകുന്ന കരുതൽ കൊണ്ടാണ് പോലും. ഇതന്നെയല്ലേ ചങ്ങായി ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് പറയുന്ന ഞങ്ങളെ ബോധം വിവരം ഇല്ലാത്തവരാക്കി മാറ്റാം അല്ലേ? എന്നാലും ഞാൻ ആലോചിക്കുന്നതല്ലേ, എങ്ങനെയാണ് ഇയാൾക്ക് നിമിഷ നേരം കൊണ്ട് നിലപാട് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളതാണ്. തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഓപ്പോസിറ്റ് കാര്യം ഇതാ കുറച്ച് കഴിഞ്ഞപ്പോ മാറ്റി പറഞ്ഞിരിക്കും. ഇയാളെ കൊണ്ട് ഇതിനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ നിലപാട് മാറ്റുന്ന ഒരു സടകൊഴിഞ്ഞ സിംഗഷ്ട. എന്നാലും ബാക്കിയോട് വെച്ച് നോക്കാം. എന്നാൽ ഇവിടെ കുറെ ആശുപത്രികൾ പണി അറിയാത്ത കുറെ ഡോക്ടർമാരും, നോർത്ത് പോയിന്റ് പണി അറിയാത്ത കുറെ ഡോക്ടർമാരത്തൊക്കെ കാണുന്നുണ്ടല്ലോ ആവും അല്ലെ? ബാക്കി വെച്ച് നോക്കുന്നാലും മരുന്ന് കച്ചവടക്കാരും സമൂഹത്തിലെ ഗർഭകാലത്തെ പ്രശ്നങ്ങൾ മാർക്കറ്റ് ചെയ്ത് അമ്മമാരുടെയും ഗർഭിണിയായ പെൺകുട്ടികളുടെയും അടുത്ത് എത്തിക്കുന്നു. പ്രസവിച്ചാൽ മരിച്ചു പോകുമെന്ന ഭയം പല പെൺകുട്ടികളിലും എത്തുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രസവിച്ചാൽ മരിച്ചു പോകുമോ എന്നൊക്കെ ഇന്ന് ഏത് പെണ്ണാണ് ചിന്തിക്കുന്നത്? ഒരാൾ കാണിച്ചെന്നാട്ടെ, ഞാനിത് പറഞ്ഞു എങ്ങോട്ടോ പോവാണ്. ബാക്കി വായിച്ചു നോക്കാം എന്തായാലും. ഇതോടെ ഇവരുടെ ആശങ്ക ഉത്കണ്ഠ വർദ്ധിക്കുന്നു. ഇതുവരെ കൂടുതൽ കുഴപ്പത്തിൽ എത്തിക്കുന്നു. ഈ അവസ്ഥ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അതോടെ കച്ചവടം പൊടിപൊടിക്കുന്നു. അതെ, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രസവ വേദന വന്നാൽ പോലും നിങ്ങൾ ആശുപത്രിയിൽ പോകരുതെന്നാണ് അഖിൽമാരാർ ഉദ്ദേശിച്ചത്. പറ്റുമെങ്കിൽ വീട്ടിൽ പ്രസവിക്കുക. വെറുതെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി ആശുപത്രിക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ. വീട്ടിൽ പ്രസവിക്കാൻ പറ്റിയാൽ അത്രയും ഹയർ അല്ല? അഖിൽമാരാറെ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ബാക്കി അയച്ചു നോക്കാം എന്തായാലും. രോഗികൾ ഇല്ലാതായാൽ ആശുപത്രികൾ ഇല്ലാതാക്കും. കോടികൾ മുടക്കി ആശുപത്രികൾ കെട്ടി ഉയർത്തിയത് ദാനം ചെയ്യാനല്ല. കോടികൾ മുടക്കി റിസർച്ച് ചെയ്ത് മരുന്ന് കണ്ടുപിടിക്കുന്നത് ആ കോടികൾ നിങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കാനാണ്. പരമാവധി രോഗികൾ ആവാതിരിക്കാൻ നോക്കണം. ഇതേ ചിന്ത മാത്രമാണ് 1 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലെ സ്ത്രീകൾക്ക് അറിയുക പോലുമില്ല എന്ന വിഷയത്തിൽ തമാശ രൂപേണ പറഞ്ഞൊരു വിഷയത്തെ വളച്ചൊടിച്ച് കണ്ടന്റാക്കി ആഘോഷിക്കുന്ന വിവരമില്ലായ്മയ്ക്ക് എന്താ പറയുക? വിമർശനം തെറ്റുകൾ തിരുത്താനുള്ളതാവണം, അല്ലാതെ വിഡ്ഢിത്തരം വിളമ്പലാവരുത്. അതെ, ഇവിടെ ആകെ വിഡ്ഢിത്തരം പറയാത്തൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് മണ്ണിലുള്ള അഖിൽമാരാറാണ്. അഖിൽമാരാറെ വിമർശിക്കുന്നവരെല്ലാം ബുദ്ധിയില്ലാത്തവര്, ബോധമില്ലാത്തവര്, വിഡ്ഢികള് അല്ലേ? അഖിൽമാരാർ മാത്രം നല്ലൊരു മനുഷ്യൻ. എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും മൂപ്പര് മാത്രം നല്ല മനുഷ്യൻ. ഈ ചിന്ത ഉണ്ടല്ലോ, ഇതാണ് ഇങ്ങനെ ഈ ലെവലിലാക്കി മാറ്റിയത്. ഒരിക്കലും ഈ ചിന്തയിൽ നിന്ന് പിമ്പോട്ട് പോകരുത് അഖിൽമാരാറെ. നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എത്ര മണ്ടത്തരങ്ങൾ വിളമ്പിയാലും എത്ര വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും അതിൽ ഉറച്ചു നിന്നോളം കേട്ടോ. ഇനിയും വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. വേറെ ഒന്നല്ല, ഇങ്ങനെ നിങ്ങൾ വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയും തോറും ഞങ്ങൾക്ക് ട്രോളാലോ, അതുവഴി ഞങ്ങൾക്ക് കണ്ടന്റും കിട്ടല്ലോ. അതുകൊണ്ട് നീ ഇത് തുടരണം അഖിൽമാരാറെ. നിന്നെ ട്രോൾ ചെയ്ത് എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം. അങ്ങനെ ട്രോള് നിന്നെ ഒരു അലൻ ജോസ് പെരേര ലെവലിലേക്ക് ആക്കി മാറ്റണം. അല്ലാണ്ട് എന്താ ഇവനോടൊക്കെ പറയാ? ഇവനെ പറഞ്ഞു തിരുത്താന്നുള്ളത് നടക്കുന്ന സംഗതിയല്ല. അപ്പൊ ഇവനെ ട്രോളി കൊല്ലാന്നുള്ളത് ഏക മുന്നിലുള്ള ഓപ്ഷൻ ഉള്ളൂ. ബാക്കി അയച്ചോക്കെ എന്തായാലും. വരികൾ അടർത്തി വിമർശിക്കാൻ തുടങ്ങിയാൽ ബൈബിൾ, ഖുർആൻ, ഗീത ഇവയൊക്കെ സൃഷ്ടാക്കളിൽ പെട്ടുപോകും. കുറഞ്ഞ പക്ഷെ ഞാൻ എന്താണ് പറഞ്ഞത്, എന്താണ് അതുകൊണ്ട് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്നത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവുക. NB ഒന്നിനെയും ഭയക്കാതെ മനസ്സിന് കരുത്ത് പകർന്ന് ജീവിക്കാൻ ശ്രമിക്കൂ. ജീവിതം ആസ്വദിക്കാൻ കഴിയും. സാരാംശം. അതിന്റെ ഇടയിൽ കൂടെ അവന്റെ വകരു കൂട്ടും. ഒന്നിനും ഭയക്കാതെ മനസ്സിന് കരുത്ത് പകർന്ന് ജീവിക്കുന്നൊക്കെ. അതിനെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട, പറഞ്ഞാൽ ഞാൻ കൂടിപ്പോകും. എന്തായാലും ആശ ന്യായീകരിച്ച് ഇങ്ങനെ മെഴുകുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു കേട്ടോ. അഖിൽമാരാർ എയർലൈന്ന് കണ്ടതോടെ അഖിൽമാരാരുടെ ഭാര്യയായിട്ടുള്ള രാജലക്ഷ്മി തന്നെ കുഞ്ഞിന്റെ കൂടെ ഉള്ള ഒരു വീഡിയോ അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. എന്തോ കുഞ്ഞിന്റെ കൂടെ സിനിമക്കെറ്റ് പോകുന്ന ഒരു വീഡിയോ ആണത്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഇവിടുത്തെ റേഡിയോ ഒട്ടും കൊള്ളത്തില്ല. ഞങ്ങൾക്ക് നല്ല പാട്ട് വേണം. കൊള്ളാം. ഭാര്യയും കുഞ്ഞ് നല്ല അടിച്ചുപൊളി മൂടി തന്നെ അല്ലേ? ഈ വീഡിയോക്ക് താഴെ പല രീതിയിലുള്ള കമന്റുകളും വരുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞിനെ വീട്ടിൽ തന്നെ പ്രസവിച്ചതാണോ അതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവിച്ചതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കമന്റ് പറയാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അഖിൽമാരാർ മണ്ടത്തരം വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ച് അത് വെച്ച് ഭാര്യയും മക്കളും ക്രൂശിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. എന്തായാലും ഈ വീഡിയോക്ക് താഴെ അഖിൽമാരാർ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ആണ് മുട്ടൻ കോമഡി ആയിട്ട് മാറിയിട്ടുള്ളത്. ഞാനൊന്ന് വായിച്ചുതരാം. ഇന്നലെ അമ്മയും മക്കളും സിനിമ കാണാൻ പോയിട്ട് വന്നത് രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ. നിങ്ങൾ അടിച്ചു പൊളിക്കും മക്കളെ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു ദുഷ്ടന്റെ കൂടെ ജീവിക്കുന്നത് നിങ്ങളൊക്കെ സമ്മതിക്കണം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ഭാര്യയും മക്കളും അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. അതിന് താഴെ ഭർത്താവ് വന്ന് കമന്റ് ചെയ്യുന്നു, ഇന്നലെ രാത്രി 11 മണിക്കാണ് എന്റെ ഭാര്യ വീട്ടിലേക്ക് കയറി വന്നത്. അത്രയും സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് എന്റേത്. എന്റെ ഭാര്യ രാത്രി 11 മണിക്ക് വീട്ടിൽ കയറി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ.
എന്റെ ഭാര്യ മക്കൾ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ. ഇതൊക്കെ ഒരു പ്ലാൻഡ് സംഭവമാണെന്നുള്ളത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ. എന്നാലും അഖിൽമാരെ നാട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളുടെ സുഖത്തിനെ കണക്കെടുക്കുന്ന നിനക്ക് ഭാര്യയെ കുട്ടികളെ ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടാവോ? എന്നാലും സൂക്ഷിക്കണം കേട്ടോ. രാത്രി 11 മണിക്കൊക്കെയാണ് ഭാര്യ വീട്ടിലേക്ക് കയറി വരുന്നത്. നിന്നെ പോലുള്ള പിന്നോക്ക ചിന്താഗതിക്കാരുള്ള ഭർത്താക്കന്മാർക്ക് അതൊക്കെ സൂക്ഷിക്കണം. കഴിയുന്നതും 6 മണിക്ക് മുമ്പേ തന്നെ ഭാര്യയെ വീട്ടിലെത്തിക്കണം. സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഒരു ലിമിറ്റ് ഒക്കെ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കൂടിപ്പോയ ഒരു 6 മണി, അതിനപ്പുറത്തേക്കുള്ള സ്വാതന്ത്ര്യം ഒന്നും വേണ്ട അല്ലെ. ഇവനോട് പുരോഗമനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പുരോഗമനം പറയുന്നവരൊക്കെ ഇവന്റെ കണ്ണിൽ നികൃഷ്ട ജീവികളാണല്ലോ. അപ്പൊ പിന്നെ കുറച്ച് പിന്നോക്ക ചിന്താഗതി ഇവന് പറഞ്ഞു കൊടുക്കാം. എന്നാ പിന്നെ ഇവന് നമ്മളെ വലിയ കാര്യമായിരിക്കും. അല്ലാണ്ട് ഇവനോടൊക്കെ എന്താ പറയാ. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.